ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാമിലെ അദ്ദറസു റാബി, 4ാമത്തെ പാഠം ഇസ്തിഖ്ബാൽ. ഇസ്തിഖ്ബാൽ പറഞ്ഞാൽ സ്വീകരണം. നമ്മൾ സ്വീകരിക്കും ആളുകളെ. ഇപ്പം ഗൾഫിൽ നിന്ന് നമ്മളുടെ റിലേറ്റീവ്സ്, ഉപ്പ, അങ്ങനെ കാര്യം വരുമ്പോഴൊക്കെ നമ്മൾ അവർക്കൊക്കെ സ്വീകരണം കൊടുക്കും. അവരെ സ്വീകരിക്കാൻ പോകും. അതുപോലെ വീട്ടിലേക്ക് ബന്ധുക്കളൊക്കെ വരുമ്പോൾ, ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ അവരൊക്കെ സ്വീകരിക്കും, അല്ലേ? അതാണ് ഇസ്തിഖ്ബാൽ, സ്വീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഹിവാറാണ്, സംഭാഷണമാണ്. അബ്ദുർ റസാഖും സുലൈമാനും തമ്മിലുള്ളൊരു സംഭാഷണമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സാരം ഒന്ന് എഴുതിയത് ഞാനിവിടെ വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാം. എല്ലാവരും മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ അബ്ദുർ റസാഖാണ് ആദ്യം പറയുന്നത്. എന്താണ്? സുലൈമാനെ കണ്ട്. അപ്പം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അബ്ദുർ റസാഖ് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, സലാം പറഞ്ഞു. കൂടെ എന്തുകൂടെ ചോദിച്ചു? ഇലാ ഐന അൻത, നിങ്ങൾ എവിടേക്കാണ്? സുലൈമാനോട് ചോദിക്കുകയാണ്. ഇലാ ഐന അൻത, നിങ്ങൾ എവിടേക്കാണ്? സലാം പറഞ്ഞു. നിങ്ങൾ എവിടേക്കാണെന്ന് ചോദിച്ചു. അപ്പോൾ സുലൈമാൻ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, സലാം അടക്കിയില്ലേ? അപ്പോൾ സലാമിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാമല്ലോ, അല്ലേ? അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ, റഹ്മത്ത് ഉണ്ടാവട്ടെ, ബർക്കത്ത് ഉണ്ടാവട്ടെ, ഒക്കെ അതിൽ പെടുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ സുലൈമാന് സലാം മടക്കി. എന്ത് പറഞ്ഞു? ഇലൽ മത്താർ. ഇലൽ മത്താർ, എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടിലേക്കാണ്. എന്താണ്? സബി സയസിലു യൗമ മിൻ ദുബായ്. അബി സയസിലു യൗമ മിൻ ദുബായ്. ഞാൻ ഉപ്പയെ, എൻ്റെ പിതാവ് ഇന്ന് ദുബായിൽ നിന്ന് എത്തുന്നുണ്ട്. അപ്പോൾ ഉപ്പയെ സ്വീകരിക്കാൻ എയർപോർട്ടിലേക്ക് പോവുകയാണെന്നാണ് അവിടെ ഉദ്ദേശം. എൻ്റെ പിതാവ് ഇന്ന് ദുബായിൽ നിന്ന് എത്തും. അബി സയസിലു യൗമ മിൻ ദുബായ്. അപ്പോൾ ഇത് മനസ്സിലാക്കി പഠിക്കണം. എൻ്റെ ഉപ്പ ദുബായിൽ നിന്ന് എത്തും എന്നതിൻ്റെ അറബി എഴുതാൻ പറയും എക്സാമിന്. അപ്പോൾ അബി സയസിലു യൗമ മിൻ ദുബായ്. അബ്ദുർ റസാഖ് ഫി അയ്യിസാ, ഏത് സമയത്താണ് എത്തുക? എത്ര മണിക്കാണ് എത്തുക നമ്മൾ ചോദിക്കും, അല്ലേ? എയർപോർട്ടിൽ എത്ര മണിക്ക് എത്തും? അതാണ് ഫി അയ്യിസാ. സുലൈമാൻ ഫി സാഅത്തി ആഷിറ. ഫി സാഅത്തി ആഷിറ, 10 മണിക്ക് എത്തും എന്ന് പറയുകയാണ്. അബ്ദുർ റസാഖ് അന മസ്ഊലൻ ജിദ്ദ. അബ്ദുർ റസാഖ് പറയാണ്, അന മസ്ഊലൻ ജിദ്ദ, ഞാൻ വളരെ തിരക്കിലാണ്. സനൽതക്കി മസാൻ ഇൻഷാ അല്ലാഹ്, വൈകുന്നേരം നമുക്ക് കണ്ടുമുട്ടാം. സനൽതക്കി മസാൻ, വൈകുന്നേരം നമുക്ക് കണ്ടുമുട്ടാം. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ സുലൈമാൻ എന്ത് പറഞ്ഞു? സ അദ്ഹബു ലി ഇസ്തിഖ്ബാലി വസാർജോ മാ സാനിയ ബഅദൽ ളുഹർ. എന്താണ്? ഞാൻ ഉപ്പയെ സ്വീകരിക്കാൻ പോകും. ഉച്ചക്ക് 2 മണിയാകുമ്പോൾ ഞാൻ മടങ്ങും. ഉപ്പയെ സ്വീകരിച്ച് ളുഹറിൻ്റെ ശേഷം 2 മണിയാകുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്തും. സാദ്ഹബുൽ ഇസ്തിഖ്ബാൽ, ഞാൻ ഉപ്പയെ സ്വീകരിക്കാൻ പോവുകയാണ്. ഞാൻ ളുഹറിൻ്റെ ശേഷം 2 മണിക്ക് തിരിച്ചെത്തും, ഞാൻ മടങ്ങും. അബ്ദുർ റസാഖ് സ അക്കൂനു ഫിൽ മക്തബി ഇല റാബിയത്തി മസാൻ, വൈകുന്നേരം 4 മണി വരെ ഞാൻ ഓഫീസിലുണ്ടാവും. അബ്ദുർ റസാഖ് പറഞ്ഞു, വൈകുന്നേരം 4 മണി വരെ ഞാൻ ഓഫീസിലുണ്ടാവും. സുലൈമാൻ ഹസൻ, ഓക്കെ, നമുക്ക് കാണാം. ഇലാലിക്കായി, നമുക്ക് കാണാം, വീണ്ടും കാണാം എന്നൊക്കെ അർത്ഥമുണ്ട്. ഇലാലിക്കായി, നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, സലാം പറഞ്ഞ് അവർ പിരിയാണ്. ഇലാലിക്കായി, ഓക്കെ, കാണാം, നമുക്ക് കാണാം എന്ന് പറഞ്ഞു. വൈകുന്നേരം 4 മണി വരെ ഓഫീസിലുണ്ടാകും എന്ന് പറഞ്ഞു.
അബ്ദുർ റസാഖ് ഇലാലിക്കായി കാണാം, നമുക്ക് കാണാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവർ സലാം പറഞ്ഞ് പിരിയുകയാണ്. അപ്പോൾ എല്ലാവരും അർത്ഥം മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വേർഡ്സുകളൊക്കെ റാബിയ മസാൻ സമയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സാത്തി ആഷിർ 10 മണിക്ക്, റാബിയ മസാൻ വൈകുന്നേരം 4 മണി. അപ്പോൾ അതൊക്കെ തദ്രിബാത്തിൽ വരുന്ന വർക്കുകളൊക്കെ നന്നായി മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ തദ്രിബാത്തൊക്കെ ചെയ്ത മറ്റൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഉപകാരപ്പെടുത്തുക. വർക്കുകളൊക്കെ നന്നായി മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ആൻസറൊക്കെ എഴുതിയതുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഞാനിത് എഴുതിയതിൻ്റെ അർത്ഥം എഴുതിയതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യാം. ഉപകാരപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.